girls, welcome back to Silent Learning. It's me Sri Bhama SB. അപ്പോൾ മക്കളെ നമ്മുടെ പരീക്ഷയും അടുത്തെത്തിയില്ലേ? പരീക്ഷ ഇനി അങ്ങോട്ടേക്ക് ഫുൾ നിങ്ങൾ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ലാസ്റ്റ് പ്രിപ്പറേഷൻ സമയമാണ് ഇപ്പോൾ അല്ലേ? പഠിച്ചൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാണ്ട് ടെൻഷൻ അടിക്കുകയല്ല, ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലേ? അപ്പോൾ ഇന്ന് മിസ് വന്നിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാട്ടർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ ജലം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി അല്ലേടാ? അപ്പോൾ എല്ലാം റെഡി പൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മിസ് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാം. എന്തായാലും ഇപ്പോൾ എന്ന് പറയുന്ന സമയത്ത് ഓഫറിന്റെ സമയമാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ ആമസോണിൽ നോക്കിയാൽ ഫുൾ ഓഫറാണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സൈലത്തിനൊരു ഓഫർ ആയിക്കൂടാ? യെസ്, നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഓഫറും കൂടി ഉണ്ട്. നമ്മുടെ ഫ്രീഡം ടു എക്സൽ ഓഫറാണ്. 10% ഓഫ് ആണ് നിങ്ങൾ ഇനി ആപ്പ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉള്ള പ്രൈസിൽ നിന്നും കുറഞ്ഞ് 10%ലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? പൈസയ്ക്കാണ്, ഈ ചെറിയ പൈസയ്ക്കാണ് നിങ്ങൾക്ക് ഒരു വർഷത്തിന് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റാം. അപ്പോൾ ഇത്രയും കാലമായിട്ട് പർച്ചേസ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, കുറച്ച് പൈസ കുറഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ അത് ഒരുപാട് പരിപാടികൾ, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മുടെ പൃഥ്വി ബാച്ചിൽ ലഭിക്കും. സോ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്, 9995400800. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പൃഥ്വി ബാച്ചിലുണ്ട്. സോ അവിടെ കാണാം. റെഡി? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? ജലം ഒരു സാർവിക ലായകമാണ്. ഇനി പറയുന്നതിൽ ഏതാണ് ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യം? വാട്ടർ ഇസ് എ യൂണിവേഴ്സൽ സോൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൂ ഈസ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ്? അബൻഡൻ ഓൺ എർത്ത് ആണോ? ഭൂമിയിൽ ധാരാളമായി കാണുന്നുണ്ടോ? ധാരാളം പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ കഴിയും. മെനി സബ്സ്റ്റൻസ് ക്യാൻ ബി ഡിസോൾവ്. ലിവിംഗ് തിങ്സ് യൂസ് എ ലോട്ട് ഓഫ് വാട്ടർ. വാട്ടർ ഹാസ് ഇവാപറേറ്റഡ് പ്രോപ്പർട്ടീസ്. ജലത്തിന് ബാഷ്പീകരണ സ്വഭാവമുണ്ട്. ഇതിൽ ഏതാണ് സാർവിക ലായകത്തിന് പറ്റുന്നതാണ്? എന്താണ് സാർവിക ലായകം എന്ന് ആദ്യം അറിയണ്ടേ? എന്താ മക്കളെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വെള്ളത്തിലുണ്ട്. നമ്മുടെ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, കുറച്ച് എന്ത് സാധനം ഇട്ടാലും മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും അതിൽ ലയിക്കും അല്ലേ? അപ്പം അങ്ങനെ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളതാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സാർവിക ലായകം എന്ന് പറയുന്നത്. വാട്ടർ ഇസ് എ സോൾവെന്റ് വിച്ച് ഡിസോൾവ് ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസ്, ഹെൻസ് ദ വാട്ടർ ഇസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. പഠിച്ചില്ലേ? അതാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ ഈസി ആയിട്ടൊരു മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ എടുത്തത് പട്ടിക പൂർത്തിയാക്കാനാണ്. ഇവിടെ എന്തോ ഇട്ട് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സൊല്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. പഞ്ചസാര, അതിൽ എന്തോ ഇട്ട പഞ്ചസാര ലായനിയായി. ജലത്തിൽ എന്തോ ഇട്ട സോഡാ വെള്ളമായി. സിമ്പിൾ അല്ലേടാ? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പഞ്ചസാര എന്തിലിട്ടാലാണ്? ജലത്തിൽ ഇട്ടാലേ അത് പഞ്ചസാര ലായനി ആവുള്ളൂ. സോ ഈ ജലം എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ? സോൾവെന്റ് അല്ലേ? അല്ലെങ്കിൽ ലായകമല്ലേ? ലായകം കൂടിയിട്ടല്ലേ ലായനി ആയിട്ട് മാറിയതല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ സൊല്യൂട്ട് സോൾവെന്റ് സൊല്യൂഷൻ എന്നുള്ളൊരു പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ പഞ്ചസാര വെള്ളം എടുത്തു. പഞ്ചസാര നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇടുകയാണ്. അപ്പൊ കുറച്ച് അളവിൽ എടുത്തത് പഞ്ചസാരയാണ്, അത് വെള്ളത്തിലാണ് ഇട്ടത്. നന്നായിട്ട് കലക്കി. അപ്പൊ പഞ്ചസാര വെള്ളമായി. അപ്പൊ പഞ്ചസാര എന്ന് പറഞ്ഞ് കുറഞ്ഞ അളവിൽ എടുത്തതാണെങ്കിൽ അതിനെ നമ്മൾ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയും. എന്നുവെച്ചാൽ ലയിച്ചത് പഞ്ചസാര ഇല്ലടാ. പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാരയിലേ ലയിച്ചേ, അതാണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം. ഇനിയോ ഏതിലാ ലയിച്ചത്? വെള്ളത്തിലാ ലയിച്ചത്. നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ കൊണ്ടേ ഇട്ടത്. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞ ലായകമാണ് അല്ലെങ്കിൽ സോൾവെന്റ് ആണ്. ലീനം ലായകത്തിൽ ചേർന്നുണ്ടാകുന്നതാണ് ലായനി. ഇത് രണ്ടും കൂടെ കൂടിയ പഞ്ചസാരയും വെള്ളം കൂടെ കൂടാ പഞ്ചസാര ലായനി, അതാണ് ലായനി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ പഞ്ചസാരയിലാണെങ്കിൽ അങ്ങനെ, ഉപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഉപ്പാണ് സൊല്യൂട്ട്, സോൾവെന്റ് വാട്ടർ ആണ്. രണ്ടും കൂടെ കൂടിയതാണ് സൊല്യൂഷൻ. ഓക്കെ? അപ്പൊ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ് ഈസ് കോൾഡ് സൊല്യൂട്ട് ആൻഡ് that in which the solute dissolves is called solvent. ഏതിലാ ലയിച്ചത്? അതിനെ സോൾവെന്റ്. സൊല്യൂഷൻ is which is formed when solute dissolved in solvent. അങ്ങനെയാണ് എന്ത് പറയാ? ഇത് പറയാം. അപ്പൊ ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ ഷുഗർ പ്ലസ് വാട്ടർ ആണ് ഷുഗർ സൊല്യൂഷൻ. അപ്പൊ സൊല്യൂട്ടും സോൾവെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ലീനവും ലായകവും ലായനിയും. ഇനി അടുത്തത് നമ്മുടെ സോഡാ വെള്ളത്തിൽ ഇതാ ചോദിച്ചു. സോഡാ വെള്ളത്തിൽ എന്താ മക്കളെ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ ഈ സോഡ പൊട്ടിക്കുമ്പോൾ ഇട്ടന്ന് പൊട്ടിക്കുമ്പോൾ ബ്ലൂ പറഞ്ഞിട്ടൊരു ഗ്യാസ് വരുന്ന കണ്ടിട്ടില്ലേ? അത് കാർബൺ ഡൈ ഓക്സൈഡാ. അപ്പൊ അതിൽ കുറഞ്ഞ അളവിൽ നമ്മൾ എടുത്തത് ആരെയാണ്? സൊല്യൂട്ട് ആരാ? CO2 അല്ലെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും. ഓക്കെ? അപ്പൊ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് സോഡാ വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പൊ സോഡാ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമാണ് പുറത്തു വരുന്നത്. സോഡാ വാട്ടർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിസോൾവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. ദ ബബിൾസ് ഈസ് കോസ്ഡ് ബൈ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ ദ സോഡാ ബോട്ടിൽ. അതാണ് പൊട്ടിക്കുമ്പോൾ എന്നൊരു സൗണ്ട് ഇങ്ങനെ
പുറത്തോട്ട് ഒരു വാതകം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കംപ്ലീറ്റ് ആക്കിക്കൂടെ? കണ്ടോ, സൊല്യൂഷൻ, സൊല്യൂട്ട്, സോൾവെന്റ്. മോസ്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോൾവെന്റ് ലായകം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളമായിരിക്കും. മോസ്റ്റ്ലി എല്ലാത്തിലും വെള്ളത്തിൽ ലയിപ്പിക്കുക. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണെങ്കിൽ അതിന്റെ ലായനി ഉണ്ടാക്കണമെങ്കിൽ വെള്ളത്തിൽ അത് കൊണ്ടിടണം. അപ്പൊ സോൾവെന്റ് എപ്പോഴും മോസ്റ്റ്ലി ജലമായിരിക്കും. പിന്നെ നമ്മൾ ഇടുന്ന സാധനം, കുറഞ്ഞ അളവിൽ ലയിക്കുന്ന സാധനത്തിനെ പറയുന്നതാണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം. രണ്ടും കൂടെ കൂടിയ സൊല്യൂഷൻ, ലായനി. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം പഠിച്ചാൽ മതി. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും പോർഷനാണ് മിസ് ആ ചാപ്റ്ററിൽ പറഞ്ഞത്. വൃത്തിയായിട്ട് പഠിക്കാം, മിടുക്കന്മാരായിട്ട് പഠിക്കാം. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.